നല്ലതുപോലെ ക്ലീൻ ചെയ്താണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഈ ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ തൊലി ഇരിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ കറി തയ്യാറാക്കുന്നത് രണ്ടാക്കിയാണ്. ഇതുപോലെ കണ്ടല്ലോ, ഈ ചക്കക്കുരു 2 പീസ് മാത്രം മതിയാകും. അങ്ങനെ ഞാൻ എല്ലാ ചക്കക്കുരുവും കുറച്ച് ചക്കക്കുരുവൊക്കെ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ചെറുതായിട്ടാക്കരുത്. ആക്കുക പിന്നെ വേഗം അങ്ങ് വെന്ത് പോകും. പിന്നെ നമുക്ക് കറിയിൽ അത് കടിക്കാനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ രണ്ടാക്കി. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ കഴുകി കളയണം. കുറച്ച് കറയൊക്കെ ഉള്ളതാണ്. അപ്പോൾ 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒരു 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലതുപോലെ വെന്ത് പോകാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇതുപോലെ തൊട്ടുതാ നോക്കുമ്പോൾ തന്നെ അറിയാം. രണ്ടാക്കിയപ്പോൾ രണ്ടാകുന്ന രീതിയിൽ ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ. അധികം ഉടഞ്ഞു പോയാൽ